ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്തുകൊണ്ട് ചില ആളുകൾ ജീവിതത്തിൽ വേഗത്തിൽ വളരുന്നു, മറ്റു ചിലർ വർഷങ്ങളായി സെയിം പ്ലേസിൽ തന്നെ നിൽക്കുന്നു? ലക്കാണോ? ബന്ധങ്ങളാണോ? അല്ല. നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്കിൽസ് ആണ്. അതെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് അറിയുന്നു, നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും, നിങ്ങൾ എത്ര ഇംപ്രൂവ് ചെയ്യുന്നു, അതൊക്കെയാണ് നിങ്ങളുടെ ജീവിത നിലവാരം തീരുമാനിക്കുന്നത്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. The better you become at important skills, the faster you achieve success. പല ആളുകളും ഹാർഡ് വർക്ക് ചെയ്യുന്നു, എന്നാൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞാലും ഒരേ ലെവലിൽ തന്നെ നിൽക്കുന്നു. ഉദാഹരണത്തിന്, സെയിം ഫീൽഡിൽ ജോലി ചെയ്യുന്ന രണ്ടുപേരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരാൾ തുടർച്ചയായി എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു, അയാളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു, പുതിയ ടെക്നോളജിക്കനുസരിച്ച് അയാൾ വളരുന്നു. എന്നാൽ രണ്ടാമത്തെ ആളോ പഴയ ശീലങ്ങൾ തന്നെ, പുതുതായി ഒന്നും പഠിക്കുന്നില്ല, ഒരു ഇംപ്രൂവ്മെന്റും ഇല്ല. ഒരു 5 വർഷം കഴിഞ്ഞാലോ ഇരുവരുടെയും ജീവിതം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഇൻകം റയർലി എക്സീഡ്സ് പേഴ്സണൽ ഡെവലപ്മെന്റ്. ഓഫീസിലും ബിസിനസ്സിലും ഒക്കെ സെയിം തന്നെയാണ്. ഒരാൾ കണ്ടിന്യൂസ്ലി സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, കമ്പ്യൂട്ടർ സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ്. അദ്ദേഹം ഒരു വാല്യുബിൾ പേഴ്സണായി മാറും. കാരണം മാർക്കറ്റ് ചേഞ്ച് ആകുന്നു, ടെക്നോളജി ചേഞ്ച് ആകുന്നു. ലേണിംഗ് സ്റ്റോപ്പ് ചെയ്താൽ ഗ്രോത്തും സ്റ്റോപ്പ് ആകും. ബട്ട് വൈ പീപ്പിൾ സ്റ്റോപ്പ് ലേണിംഗ്? മുതിർന്ന പല ആളുകൾക്കും ഒരു ഡേഞ്ചറസ് മൈൻഡ് സെറ്റ് ഉണ്ട്. എനിക്കിത്ര മതി, അതോടെ ഗ്രോത്ത് സ്ലോ ആകും. എന്നാൽ സക്സസ്ഫുൾ പീപ്പിൾ എന്ത് ചെയ്യും? ദേ സ്റ്റേ സ്റ്റുഡൻസ് ഫോർ എവർ. അവർ ബുക്സ് വായിക്കും, പുതിയ കോഴ്സസ് പഠിക്കും, ന്യൂ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യും, കാലത്തിനനുസരിച്ച് മാറുന്ന ടെക്നോളജി പഠിച്ചെടുക്കും. കാരണം അവർക്കറിയാം, ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഡെയിലി 30 മിനിറ്റ്സ് ലേണിംഗിൽ പോലും ലൈഫ് ചേഞ്ച് ചെയ്യാം. ഇമാജിൻ 30 മിനിറ്റ്സ് റീഡിംഗ് ഡെയിലി, എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റ്, ന്യൂ ലാംഗ്വേജ് ലേണിംഗ്, ടെക്നോളജി സ്കിൽസ്. 1 ഇയർ കഴിഞ്ഞാൽ നിങ്ങൾ പഴയ ആളായിരിക്കില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയുമോ? ഓവർലോഡഡ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ്. മണിക്കൂറുകളോളം നീളുന്ന സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, ഷോർട്ട് വീഡിയോസ്, റാൻഡം കണ്ടന്റ്സ്. പക്ഷേ സ്കിൽ ഗ്രോത്ത് ഇല്ല. ഇമാജിൻ ഇഫ് യു റീപ്ലേസ് ജസ്റ്റ് 1 hour of scrolling with learning, your future may completely change. ലൈഫിൽ കോൺഫിഡൻസ് വരുന്നത് ന്യൂ സ്കിൽസ് പ്രാക്ടീസ് ചെയ്ത് വളരുമ്പോഴാണ്. When you know you are improving, നിങ്ങൾ വളരുകയാണെന്ന് മനസ്സിൽ തോന്നിയാൽ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഭയമില്ലാതാകും. നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. നിങ്ങൾക്ക് മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യും. Skill development is self-respect. So from today, step 1, identify one important skill. Step 2, learn daily for at least 30 minutes. Step 3, read books and watch educational content. Step 4, practice consistently. Step 5, never stop learning. Small learning daily creates massive growth. നിങ്ങളുടെ ഫ്യൂച്ചർ സാലറി, നിങ്ങളുടെ കരിയർ ഗ്രോത്ത്, നിങ്ങളുടെ കോൺഫിഡൻസ്. Most of it depends on one thing: how valuable your skills are. Remember, the world rewards people who improve themselves. So upgrade yourself continuously. Because when your skills grow, your opportunities also grow. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു.